പടം നല്ലൊരു ക്ലീൻ പടമാണ്. വളരെ സൈലന്റ് ആയിട്ട് വളരെ നാച്ചുറലായിട്ട് ഒരു പുതുമുഖ സംവിധായകന്റെ യാതൊരു പാടിച്ചകളും ഇല്ലാതെ എടുത്തൊരു പടം. നല്ല പടം. ഷാജോൺ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ ഒരു ആശ്വാസകരമാണ്. ഒരുപാട് പടങ്ങൾക്കിടയിൽ ഇതുപോലുള്ള ചെറിയ ചിത്രങ്ങൾ നല്ല രീതിയിൽ ഉള്ള ഒരു സിനിമയാണ്. നല്ല ഫിലിം കാണുമ്പോൾ അറിയാമല്ലോ, അതാണല്ലോ ടൈറ്റിൽ പേര് തന്നെ അതാണല്ലോ. നല്ലൊരു എന്താ പറയുക, ഒരു സാധാരണ ഇപ്പം നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തിൻ ഒരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ അത് വളരെ എന്താ പറയുക ഫുൾ പ്രൂഫായിട്ട് എടുത്തിട്ടുണ്ട്. തെളിവുകളൊക്കെ കണ്ടെത്തി ഒരു പോലീസ് റിട്ടയർഡ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ്. വളരെ ഒരു താളത്തിൽ തന്നെ സിനിമ പോകുന്നുണ്ട്. നല്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ടീസർ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ആദ്യം ചെറിയ പ്രതീക്ഷ കുറവായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടെന്നാണ്. ഷാജോന്റെ പെർഫോമൻസ് തന്നെയാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ബാക്കി ചെയ്ത ആർട്ടിസ്റ്റുകളൊന്നും വലിയ ബോറായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും ഓക്കെയാണ്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് രാമചന്ദ്രൻ. അതുപോലെ തന്നെ ഒരു ജോസഫിന്റെ സ്റ്റൈലൊക്കെ ഉണ്ട് പടത്തിന്. അതുകൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഇതൊക്കെ വരുന്ന സമയമാകുമ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പ്ലോട്ട് നമുക്കതിൽ കാണാൻ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡയറക്ടറിന്. പിന്നെ മേക്കിംഗ് സ്റ്റൈലാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും എല്ലാം അത്യാവശ്യം കൊള്ളാം. അല്ല പുള്ളിക്കാണ്. അപ്പം ഇത് ഒരു റിട്ടയർഡ് ലൈഫ് കഴിഞ്ഞിട്ടുള്ള ഒരു ആളുടെ ഒരു ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് നല്ല വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് പടത്തിൽ കാണിക്കുന്നുണ്ട്. ആളുടെ ഒരു സ്ട്രഗ്ലിങ്ങും റിട്ടയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോലീസാണ് ഒരു വിലയില്ല എന്നുള്ള കാലമാണ് ഇപ്പോഴത്തെ ഉള്ളത്. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു എന്ന് പറയാം. പുള്ളിക്കാരെ ഇറങ്ങി ഒരു കേസ് അന്വേഷണത്തിൽ ഇറങ്ങുന്ന ഒരു സംഭവമാണ് പടം. അത്യാവശ്യം നല്ല രസകരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. മറ്റേ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇൻവെസ്റ്റിഗേഷൻ. നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കമ്പയർ ചെയ്യാൻ എനിക്ക് അത് കഴിയത്തില്ല. എന്നാലും ഒരു ചെറിയ മൂവി എന്ന നിലയിൽ ഒരു നല്ല പടം തന്നെയാണ്. എനിക്ക് ബോറൊന്നും അടിച്ചില്ല. നല്ലൊരു ഫീലായിട്ട് കാണാൻ പറ്റിയൊരു മൂവി ആയിട്ടാണ് എനിക്ക് രാമചന്ദ്രൻ തോന്നിയത്. ഗംഭീരമായിട്ടുണ്ട്. നല്ല പടം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ലാഗ് എന്നുള്ളൊരു മിസ്റ്റേക്കേ ഉള്ളൂ. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് തന്നെ വന്നിട്ടുള്ളൂ. പൊതുവെ എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം നന്നായിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കുടുംബമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സ്റ്റോറി ഉണ്ട്. നേച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയങ്ങളുണ്ട്. ആർട്ടിഫിഷ്യൽ നാട്ടും തോന്നില്ല. എല്ലാവരും നല്ല അഭിനയം, അവരവർക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരും സഹകരിച്ച് ചെയ്തൊരു സിനിമയായിരുന്നു. വ്യത്യസ്തമായ ഒരു കുറ്റന്വേഷണ കഥയാണ്. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഷാജോൺ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. വളരെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല സിനിമ. ചെറിയ സിനിമയിൽ ഒരു കുഞ്ഞു വേഷം ചെയ്തു ഛായാഗ്രഹകാരന്. എന്തായാലും ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പടം നല്ല രീതിയിൽ വിജയിക്കുന്ന എല്ലാവരും ഒരുപോലെ എല്ലാവരും കാണണം എന്നൊരു അപേക്ഷിക്കുന്നു. നല്ല കണ്ടുകൊണ്ടിരിക്കാം. ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണ് എന്ന് ചിന്തിച്ചിരിക്കേണ്ട ഒരു പിക്ചറാണ്. കാരണം നമുക്കൊന്നും ആദ്യം മുതലേ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ അഭിനേതാക്കളും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു പിക്ചറാണ്. അതെ, നന്നായിരുന്നു. പോലീസ് ഓഫീസേഴ്സ് ഒക്കെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആർക്കും ബോറടിക്കത്തില്ല, ആ ഒരു ഉറപ്പ് തരാം. നല്ലൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അപ്പൊ ഞാൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എന്റെ ഈ പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വതയുള്ള കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്റെ മകനായിട്ട് കല്യാണാണ് അഭിനയിച്ചിരിക്കുന്നത്. ഹസ്ബൻഡായിട്ട് സുധീർ കരമന. പിന്നെ ഷാജോൻ ചേട്ടന്റെ ഈ ഒരു ഇടക്കാലത്തെ ഒരു കരിയറിൽ നല്ലൊരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരിക്കും ഈ ഒരു മൂവി. ഫുൾ ഉടനീളം ഒരു ഹീറോ കഥാപാത്രമാണല്ലോ. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങ് വലിയൊരു സംഭവമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. നല്ലൊരു മൂവി തന്നെ ആയിരിക്കും. നല്ല സസ്പെൻസ് ത്രില്ലറാണ്. എല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.